അവന്റെ ഭീകരമായ കറുത്ത നെൽ ആ കുടുംബത്തിന്റെ മേൽ പതിച്ചു. അവന്റെ കാലടി ഒച്ചകൾ ശേഖരന്റെ കാതിൽ മുഴങ്ങിക്കിട്ടു. ശേഖരൻ ഭൂമി പിളർക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, നിക്കടാ അവിടെ. അച്ഛമ്മ ഞങ്ങളോട് പറഞ്ഞാണോ? അയ്യോ മക്കളെ, ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞല്ല. ഞാൻ നോവൽ വായിച്ചതാ. ശേഖരന്റെ കുടുംബം ശിഥിലമാക്കാൻ നോക്കിയപ്പോ ശേഖരൻ ഭൂമി പിളർക്ക ശബ്ദത്തിൽ നിക്കടാ അവിടെ എന്ന് പറഞ്ഞ് വായിച്ചതാ അച്ഛമ്മ. അച്ഛമ്മ ഇവിടെ ശേഖരന്റെ കുടുംബം ശിഥിലാവണോ നോക്കിയിരുന്നു. ഇവിടെ നമ്മുടെ കുടുംബം ശിഥിലായിക്കൊണ്ടിരിക്കുക. അതെങ്ങനെയാ നമ്മുടെ കുടുംബം ശിഥിലമാകുന്നു? അച്ഛമ്മയുടെ മരുമോള് കാരണം. മരുമോള് കാരണോ? അവളെന്ത് ചെയ്തു? അച്ഛമ്മ, നമുക്കൊരു പേരൊക്കെ കിട്ടിയാൽ പോലും ഈ വീട്ടിലുള്ള എല്ലാവരും പങ്കിട്ടല്ലേ കഴിക്കുന്നത്. അതല്ലേ നമ്മുടെ പതിവ്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചല്ലേ. എന്നാലേ അമ്മ മുട്ടയും പാലും സഞ്ജുവിന് മാത്രം കൊടുത്തു, ഞങ്ങൾക്കൊന്നും തന്നില്ല. അത് നിങ്ങൾ അമ്മയോട് പോയി ചോദിക്കൂ. ഞങ്ങൾ അമ്മയോട് ചോദിച്ചൊക്കെ ചെയ്ത്, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം. അതെന്തിനാ ദേഷ്യപ്പെടുന്നു? അമ്മയല്ലേ ഈ വീട്ടിലെല്ലാം വലിയ ആള്. അച്ഛമ്മയ്ക്ക് അമ്മനെ പേടിയില്ലേ? അതെങ്ങനെ ശരിയാവും? ഞാനല്ലേ പ്രായം കൊണ്ട് വലുതും, അതല്ലേ എനിക്കല്ലേ അധികാരം ഈ വീട്ടില്. പിന്നെങ്ങനെ ഞാൻ അവളെ പേടിക്കേണ്ട ആവശ്യം എന്തിനാ? അതുകൊള്ളാലോ. അത് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ, അമ്മയ്ക്ക് അറിയില്ലല്ലോ. എന്നാ ഞാൻ അറിയിച്ചു കൊടുക്കാം. ആ തള്ള തട്ടിപ്പോയി കഴിഞ്ഞാ ഈ സ്വത്ത് മുഴുവൻ പ്രകാശിക്കുള്ളതാ. അങ്ങനെയെങ്കിലും പ്രകാശി ഒന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. എങ്ങനെ രക്ഷപ്പെടാനാ? ഈ മുതല് പന പോലെ നിൽക്കുമല്ലേ. നീ എന്തെങ്കിലും പറഞ്ഞോടാ? ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒറ്റ കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. എന്താണ്? അല്ല, ഞാൻ നിന്നൊന്നും ചെയ്യില്ല, പേടിക്കണ്ട. അതിന് നിന്നെ ആർക്കാണ് പേടി? അതല്ല, എനിക്ക് ഇതിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താടി പറയേ? അതെ, ആ സഞ്ജു പോണ ഇൻസ്റ്റിറ്റ്യൂട്ടില്ലേ, അവിടത്തെ ഓണർ ശരിക്കും നിന്റെ ഫ്രണ്ടാണ്? പിന്നെ എന്റെ കട്ട ഫ്രണ്ട്സ് അല്ലേ അവര്. അങ്ങനെയാണെങ്കിലേ സഞ്ജു പോണ സ്ഥലത്ത് എന്റെ മോൾക്കും കൂടി ഒരു ഫ്രീ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കോ? റെക്കമെൻഡേഷൻ എന്തോ വേണോ കുട്ടാ? റെക്കമെൻഡേഷൻ ഞാൻ ചെയ്യല. എടാ, ഞാൻ നിന്റെ ക്ലാസ്മേറ്റ് അല്ലടാ. അതൊക്കെ ഓക്കെ, പക്ഷെ റെക്കമെൻഡേഷൻ ഞാൻ ചെയ്യല. അപ്പൊ നീ സഞ്ജുനെ റെക്കമെൻഡ് ചെയ്തോ? അന്ന് സഞ്ജുവിന് ആരാണ് റെക്കമെൻഡ് ചെയ്തത്? എടി, സഞ്ജു നന്നായിട്ട് പഠിക്കാനാണ്, അവൻ കാലിബർ ഉള്ള പയ്യനാണ്. അതൊക്കെ വിട്, അത് മാറ്റി വന്നേക്ക്. എന്നാ പിന്നെ നീ വേറൊരു സഹായം കൂടി എനിക്ക് ചെയ്യോ? ഇവളെ എന്താ നീ പറ, എന്താ കാര്യം പറ. അത് നിന്റെ കൂട്ടുകാരൻ ഓണറല്ലേ, അവനോട് പറഞ്ഞ് സഞ്ജുവിനെ എക്സാമിൽ പൊട്ടിക്കാൻ പറ്റും. അതിന് ഞാൻ കൂട്ടുവന്ന എനിക്കെന്ത് കിട്ടും? അമ്മയുടെ കയ്യിൽ നിന്ന് ആ ബ്ലാങ്ക് ചെക്ക് ഞാൻ നിനക്ക് ഒപ്പിച്ചരാം. ഉറപ്പാണോ? ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ നോക്കാം. ചെയ്യില്ലേ? നോക്കാം. അല്ല വേണുകുട്ടാ, നീ ഇവിടെ നിക്കുവായിരുന്നാ? ഞാൻ ഇവിടെയൊക്കെ നോക്കി. ചേച്ചി, നിങ്ങളുടെ നാത്തും പറഞ്ഞ കേട്ടാ. അവള് പറഞ്ഞിരുന്നെന്ന് എനിക്ക് കേക്കണ്ട. എന്നാലും ചേച്ചി ഒന്ന് കേട്ട് നോക്ക്. ചേച്ചി കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? കേക്കണ്ട. അങ്ങനെ പറയുന്നതാണെങ്കിൽ എന്തോ കാര്യമുണ്ട്. നീ പറ വേണുകുട്ടാ. ഞാൻ പറയും. നമ്മുടെ സഞ്ജുവേ എക്സാം എഴുതാൻ പോണ ഇൻസ്റ്റിറ്റ്യൂട്ടില്ലേ, അവിടുത്തെ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞിട്ട് സഞ്ജുവിനെ പരീക്ഷയ്ക്ക് തോപ്പിക്കണം. ഇവള് ഇതല്ല ഇതിന്റെ അപ്പുറത്തും പറയും. പിന്നെ എന്നോട് പറയാ, വേണമെങ്കിൽ നിനക്ക് കൈക്കൂലി തരാന്ന്. ചെറിയ സമയത്തിനുള്ളിൽ ഇവള് ഇതും പറഞ്ഞ. പിന്നെ അല്ലടി, ഈ വീട്ടിൽ വന്ന് നിന്നിട്ട് ഇവിടെയുള്ളവരെ കാല് വാരാൻ നിനക്ക് നാണമില്ലടി? എനിക്ക് കാല് വരാൻ ഇഷ്ടം, ഞാൻ കാല് വാരും. അങ്ങനെയാങ്ങ എനിക്ക് നിന്റെതും വരാൻ അറിയാം. ഒന്ന് വരാൻ വാ. അതെ, ജ്യൂസും തരൂ. അയ്യോ, അത് ഞാൻ മറന്നു പോയി വേണുകുട്ടാ. കാല് കാട്ട്, വരട്ടെ ഞാൻ. താഴെ പോയി ഞാൻ പെണ്ണുമ്പളെ. ഇനിയിപ്പൊ അവരായി അവരെ പാടായി. ഓരോന്ന് പറഞ്ഞു ഒപ്പിച്ചു വെച്ചിട്ട്. ചേച്ചി, ഇതിന് മധുരം കുറവാണല്ലോ ചേച്ചി. പകുതി വരെ കുടിക്കുമ്പോ നിനക്ക് മധുരം ഒന്നും തോന്നിയിട്ടില്ലേ? ശരി, പഞ്ചാര ഇടാവുന്നല്ലേ ചോദിച്ചോളൂ. കമതികള പിണങ്ങി പൊക്കളഞ്ഞ ശരിയാ. പഞ്ചാര ഇട്ട് കഴിയുന്നത് എന്താണ് ഇവിടെ? മഞ്ചകൻ 50, 100, 150, 200, 250, 300, 350. അച്ഛമ്മ, അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ അവളോട് പറയില്ല. ഞാൻ എന്റെ മോനോട് പറയും, മോൻ ചെന്ന് അവളോട് പറഞ്ഞോളൂ. പിന്നെ തിരിച്ച്
എവിടുന്നാടാ ഈ കാശ്? ഈ കാശ് ഏതായാലും അമ്മയുടെ അലമാരിയിൽ നിന്നും പേഴ്സിൽ നിന്നും എടുത്തൊന്നുമല്ല. ആ ഇത് ഞങ്ങളുടെ അമ്മയുടെ എടുത്തായിരിക്കുന്നത് ഇപ്പോ. എന്റെ പൈസ ഉണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ എടുത്തായിരിക്കുമോ? ഒരമ്മമാരുടെയും ഒരിടത്തും എടുത്തതല്ല, ഞാൻ അന്തസ്സായിട്ട് പണിയെടുത്തുണ്ടാക്കിയതാ. അയ്യോ അച്ഛാ, ഇത്രയൊന്നും പണിയെടുക്കലേ, കരുവാലിച്ചു പോവും. നിനക്കൊക്കെ വല്ല ഞം വേണ്ടടാ പോയി. പിന്നെ ഞം ഞം എന്നിട്ട് ഞങ്ങൾക്ക് ഞം ഞം അടിക്കാൻ മുട്ടയും പാലൊന്നും തരുന്നില്ലല്ലോ. സഞ്ജുവിന് കൊടുക്കണ്ടല്ലോ. എടാ, ഇവിടെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇവളുമാർക്കും വട്ട ഇവർ പറയുന്ന കേട്ടാണ് അമ്മ തുള്ളാൻ ഇറങ്ങിയിരിക്കുന്നത്. അമ്മയ്ക്ക് അറിയാമല്ലോ, ആ സഞ്ജു PSCയുടെ ഒരു ട്രെയിനിങ് സെന്ററിൽ പോകുന്നതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന് പോകുമ്പോൾ ഒന്ന് അവന്റെ ശരീരവും ബുദ്ധിയൊക്കെ ഒന്ന് വികസിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടയും പാലും ഒക്കെ കൊടുക്കുന്നത്. അല്ല എന്തിനാ? അപ്പൊ ഞങ്ങളുടെ ബുദ്ധി ശരീരം ഒന്ന് വികസിപ്പിക്കണ്ടേ? അതൊരു പേട്ട് തലയല്ലേ, അത് എത്ര കുലിക്കാലും വികസിക്കത്തില്ല.